ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൽ നമുക്കൊരു ദിവസം കൂടെ പൂർത്തിയാക്കാൻ സാധിച്ചു. നമ്മൾ ഇന്ന് അല്പം ഒരു കുഞ്ഞു വചനം ഒന്ന് ധ്യാനിച്ച് ഒരു കുഞ്ഞു ചിന്ത പങ്കുവെച്ചിട്ട് കർത്താവിൻ്റെ കൂടെ പരിശുദ്ധ അമ്മയെ കെട്ടിപ്പിടിച്ച് നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. കോട്ടയത്ത് നമ്മുടെ ഒരു കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ ധ്യാനത്തിന് വേണ്ടി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കൂടുതൽ വചനത്തിൽ ആഴപ്പെട്ട് ഈശോയുടെ ശുശ്രൂഷ കൂടുതൽ ശക്തിയോടെ തീക്ഷ്ണതയോടെ ചെയ്യാൻ നമ്മുടെ സിസ്റ്റേഴ്സിനെല്ലാം സാധിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഞാനിപ്പോൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റേഴ്സ് പല ഫീൽഡുകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്കെല്ലാം സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, നമുക്കെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാം പലതരത്തിൽ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. നമ്മൾ വചനം കേൾക്കുന്നു. ഇന്നലെ നമ്മൾ ചിന്തിച്ച പോലെ വചനം കേൾക്കുക മാത്രമല്ല, അത് ജീവിക്കുന്നവരായി തീരണമെന്ന് നമ്മളെ ഈശോ ഇങ്ങനെ ഒരു പ്രചോദനം ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ വളരെ പ്രധാനപ്പെട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠമാണ്. പരിശുദ്ധ അമ്മ വചനം കേട്ടു അല്ലേ. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ 38 മുതലുള്ള വാക്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഈ ദൂതൻ വഴി കർത്താവ് കൊടുത്ത സ്വരം മുഴുവൻ, മറിയമേ നീ ഭയപ്പെടണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇതെല്ലാം പരിശുദ്ധ അമ്മ കേട്ടു. ഓക്കെ, വചനം മുഴുവൻ കേട്ടു. ഇനി ആ വചനം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ്, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു കൊടുത്തു. ഇത് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പരിശുദ്ധ അമ്മയ്ക്ക് വചനമൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ സംഭവങ്ങളൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലൂക്ക 1:46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെ പരിശുദ്ധ അമ്മ പഴയ നിയമത്തിലെ കുറെ കാര്യങ്ങൾ, ശക്തനായ ദൈവം ചെയ്ത കാര്യങ്ങൾ, അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും അനുഗ്രഹം കൊടുത്തതിനെ കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ബൈബിളിലെ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു പരിശുദ്ധ അമ്മ. ബൈബിളിനെ കുറിച്ച് അറിയാമെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന പോലെ ഇങ്ങനെ പ്രിന്റഡ് ഫോമിൽ കിട്ടിയെന്നല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പഴയ നിയമത്തിലെ സംഭവങ്ങൾ, വ്യക്തിത്വങ്ങളെ കുറിച്ചൊക്കെ, ദൈവിക ഇടപെടലിനെ കുറിച്ചൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സോ 3 കാര്യം വളരെ പ്രധാനപ്പെട്ടത്: പരിശുദ്ധ അമ്മ വചനം കേട്ടവളാണ്, വചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവളാണ്, വചനത്തിലെ സംഭവങ്ങൾ അറിയാവുന്നവളായിരുന്നു പരിശുദ്ധ അമ്മ. നോക്ക്, ഒരു ശുശ്രൂഷ ജീവിതത്തെ നയിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒരു ദൈവ പൈതലിനെ, ഒരു ക്രിസ്ത്യാനിയെ, ഈശോയെ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാലിക്കേണ്ട 3 കാര്യങ്ങളാണ്: വചനം കേൾക്കുക, വചനത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുക, വചനം നന്നായിട്ട് മനസ്സിലാക്കുക. തീർന്നില്ല, ശുശ്രൂഷ അവിടെ അവസാനിക്കുന്നില്ല. ഒരു ക്രിസ്തീയ ജീവിതം, ഒരു ദൈവവിശ്വാസിയുടെ ജീവിതം അവസാനിക്കുന്നില്ല. ലൂക്ക 1:56 ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. മറിയം എലിസബത്തിന്റെ കൂടെ പോയി താമസിച്ചു. എത്ര നാൾ? 3 മാസത്തോളം അവളുടെ കൂടെ നിന്ന് അവളെ സഹായിച്ചു. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ആ സമയത്ത് ഗർഭവതിയാണ്. എലിസബത്തമ്മ ഗർഭവതിയാണ്. പരിശുദ്ധമ്മ ഈ സ്വരമൊക്കെ കേട്ട ഒരു സമയമാണെന്ന് ഓർക്കണം. പരിശുദ്ധാത്മ ഉള്ളിൽ വസിക്കുന്ന ഒരു സമയമാണെന്ന് ഓർക്കണം. 3 മാസത്തോളം ശുശ്രൂഷ ചെയ്യുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വചനം കേട്ട് ജീവിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വചനം കേൾക്കുകയും ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുന്നു. ദൈവത്തോട് ഭയങ്കര അടുത്ത് നിൽക്കുകയാണ്, ദൈവവചനത്തോട് ചേർന്ന് അടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഡു യു ഡു എനിത്തിങ്? നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സഹായിക്കുന്നില്ല. അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ, ഒരു ഐറണി, ഒരു വിരോധാഭാസമാണല്ലോ. ഞാൻ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നു, പക്ഷേ അപ്പുറത്ത് വേദനിച്ച് കിടക്കുന്ന ഒരാളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ഒത്തിരി നേരം മണിക്കൂറുകൾ പള്ളിയിൽ ആരാധനയ്ക്ക് ഇരിക്കുന്നു, പക്ഷെ എൻ്റെ അടുത്ത് സഹായത്തിന് വരുന്ന ഒരാളെ ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു വലിയ ഐറണിയാണ്, ഒരു വിരോധാഭാസമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്, വചനം കേട്ട മറിയം, വചനത്തിന് സമർപ്പിച്ച മറിയം, വചനം അറിയാവുന്ന മറിയം ആ വചനം ശുശ്രൂഷയിൽ ജീവിച്ചു. 3 മാസത്തോളം എലിസബത്തിന്റെ കൂടെ നിന്ന് അവളെ സഹായിച്ചു. നോക്ക്, ദൈവസ്നേഹം നമുക്ക് കിട്ടിയാൽ മാത്രം പോരാ, ദൈവത്തെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രം പോരാ. ആ സ്നേഹം ശുശ്രൂഷയായി ചുറ്റുമുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വചന അധിഷ്ഠിത ജീവിതം നയിക്കുന്നത്. നമ്മൾ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞു, നല്ലതാണ്. നമ്മൾ ഒത്തിരി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ മൈൻഡ് ചെയ്യാതെയോ അവരെ സഹായിക്കാതെയോ അവർക്ക് ശുശ്രൂഷ ചെയ്യാതെയോ ഇരുന്നാൽ അതല്ല ഈശോ ആഗ്രഹിക്കുന്നത്, അതല്ല പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് കാണിച്ചു തരുന്നത്. നമുക്ക് വചനം കേൾക്കണം, വിശ്വസിക്കണം, ജീവിക്കണം. മറ്റുള്ളവരിലേക്ക് കർത്താവിൻ്റെ ആ സ്നേഹം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ സഹായങ്ങൾ ഒക്കെ വഴി പകർന്നു കൊടുക്കണം. നമുക്ക് എന്തോരോ രീതിയിൽ സഹായിക്കാം. ആളുകളോട് സംസാരിക്കാം, അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാം, ഭക്ഷണം മേടിച്ചു കൊടുക്കാം, കുറച്ചു നേരം അവരുടെ കൂടെ ഇരിക്കാം, ചുമ്മാ കേട്ടിരിക്കും. എല്ലാം ഒരു തരത്തിലുള്ള ശുശ്രൂഷയാണ്. പരിശുദ്ധ മറിയം 3 മാസം ശുശ്രൂഷ ചെയ്തു. ഇന്ന് പ്രാർത്ഥിക്കണം, അമ്മേ മാതാവേ, അങ്ങനൊരു സഹായം മനസ്സ്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, ഈശോയെ മറ്റുള്ളവരിൽ കണ്ട് സഹായിക്കാൻ ഒരു കൃപ തരണേന്ന്. കുരിശിൻ്റെ വഴിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ നോമ്പുകാലത്ത്? ശിമയോൻ
ശിമയോൻ്റെ എപ്പിസോഡൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചില്ലേ, പ്രത്യേകിച്ച് നമ്മുടെ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്, മറ്റുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് ശിമയോൻ അങ്ങയെ സഹായിച്ചതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ എന്നെയും പഠിപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സഹായിക്കാം, നമുക്ക് സ്നേഹിക്കാം, നമുക്ക് കുറച്ചുകൂടെ പരിഗണന പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാം. നമ്മുടെ ചുറ്റുമുള്ളവരെ, നിങ്ങൾ ഇന്ന് ഈ വചനം കേട്ടു, ഇത് തീർന്നു, മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തു പോരാ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളവരെ ഒന്ന് സഹായിക്കാനും കുറച്ചു നേരം അവരുടെ കൂടെ ഇരിക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു ശുശ്രൂഷ ചെയ്യാനും നിങ്ങളൊന്ന് പരിശ്രമിക്കണേ. അത് കൂടുതൽ അനുഗ്രഹമായിട്ട് മാറും. അതിനുള്ള കൃപ ഈശോ തരട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അടുത്ത് സംസാരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.